നമസ്കാരം ഗൈസ്, എല്ലാവരും കൊറോണയുമായി ബന്ധപ്പെട്ട് വീടിനകത്താണെന്ന് പറയും. ഞാനും കൊറോണയുമായി ബന്ധപ്പെട്ട് വീട്ടിൽ തന്നെയാണ്. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ പുറകുവശത്തുള്ള റോഡാണ്. അപ്പോൾ ഞാൻ അവിടെ വീഡിയോ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് വണ്ടി എടുത്ത് ഇറങ്ങിയത് കേട്ടോ. ഞാനും പേടിക്കൊന്നും വേണ്ട, മുൻകരുതലെടുത്താൽ മതി. അപ്പം ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ ബാംഗ്ലൂർ 2009-2010 കാലഘട്ടത്തിലൊക്കെ വർക്ക് ചെയ്യുമ്പം പിന്നെ എനിക്ക് വണ്ടീനോടൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു. അതിന് മുമ്പേ വണ്ടീനോട് നല്ല ക്രേസ് ഉണ്ടായിരുന്നു. ഈവൻ എൻ്റെ ഒരുപാട് പഴയ ഫോട്ടോസൊക്കെ എടുത്തു നോക്കി കാണും. അതിൽ ഐ ലവ് ബൈക്സ് മോർ ദാൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ഒരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നു. ഈവൻ ഒരു ബൈക്കർ ബോയ് എന്നൊരു പേര് എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു, ബൈക്കർ ബോയ്. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ തന്നെ എൻ്റെ യൂസർ നെയിം facebook.com/shakir.bikerboy എന്നാണ് ഇപ്പോഴുള്ളത്. എന്ന് വെച്ചാൽ ബൈക്കർ ബോയ് എന്നൊരു നിക് നെയിം എനിക്കുണ്ടായിരുന്നു. ഭയങ്കര വണ്ടിപ്രാന്തനായിരുന്നു. വണ്ടിപ്രാന്തെന്ന് വെച്ചാൽ ഭയങ്കര വണ്ടിപ്രാന്തനായിരുന്നു. പിന്നെ പക്ഷേങ്കിൽ സ്വന്തമായിട്ടൊരു വണ്ടി ഇല്ലായിരുന്നു. പലരുടെയും വണ്ടി കണ്ട് എന്താ പറയുക, വെള്ളം മുറുക എന്നൊക്കെ പറഞ്ഞില്ല, അതൊക്കെയായിരുന്നു എൻ്റെ ആ സമയത്ത് ജീവിത രീതി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ബാംഗ്ലൂർ. അപ്പോൾ അവൻ്റെ കയ്യിലൊരു വണ്ടിയുണ്ട്. ഞാൻ എന്ത് ചെയ്യും, അവന് ഫുഡ് വാങ്ങിക്കൊടുത്ത്, അവന് പെട്രോളൊക്കെ വാങ്ങിക്കൊടുത്ത്, അവൻ്റെ കൈയും കാലം പിടിച്ച് അവനെയും കൂട്ടി ബാംഗ്ലൂർ നഗരത്തിൽ ചുറ്റാൻ പോകും. എന്ന് വെച്ചാൽ ആ സമയത്ത് ബാംഗ്ലൂർ നമ്മളൊരു ബൈക്കിൽ ബാംഗ്ലൂർ ടൗണിലൂടെ കറങ്ങുകയെന്ന് പറയുമ്പം അത് ഭയങ്കര സ്വപ്നമാണ് നമ്മുടെ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി, നമ്മുടെ ഒരു സ്വപ്നമാണ്. അപ്പം അവനെ ആണെങ്കിൽ അവനെ ഒരിക്കലും വിഷമിപ്പിക്കാതെ അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവൻ്റെ പുറകെ സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ അവനെ പോറ്റിയിട്ടുണ്ട്. പിന്നീട് ഒരു ബജാജിൻ്റെ CT100 എടുക്കാൻ വേണ്ടി ബുക്ക് ചെയ്തു. ഞാൻ 5000 രൂപ കൊടുത്ത് 5000 രൂപ ഡൗൺ പേയ്മെൻ്റ് ഉള്ള സമയത്ത്, ആ സമയത്ത് 5000 രൂപയ്ക്ക് വണ്ടി ഇറങ്ങും. അങ്ങനെ അത് നടന്നിട്ടില്ല. പിന്നീടാണ് എൻ്റെ പെങ്ങളുടെ ഭർത്താവ് ബജാജിൻ്റെ 135 പൾസർ എടുത്തപ്പോഴാണ് ശരിക്കും സ്വന്തമായിട്ട് വണ്ടി കയ്യിൽ വരാൻ തുടങ്ങിയത്. അതും ലിമിറ്റായിരുന്നു. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പെങ്ങളുടെ ഭർത്താവ് വിളിച്ചുകൊണ്ടിരിക്കും, എവിടെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് ലിമിറ്റാണ്. ആദ്യം നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വാഹനങ്ങൾ ഓടിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത്. പക്ഷേങ്കിൽ എന്താ പറയുക, ജീവിതം മാറാൻ വലിയ സമയമൊന്നും വേണ്ട, നമുക്ക് ചെറിയ സമയം മതി. ഇത് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇന്നത്തെ വീഡിയോ വന്നത് തന്നെ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുന്ന ഈ ഒരു വണ്ടി ഉണ്ടോ, ഇത് TVS കമ്പനിയുടെ RR310 എന്ന് പറഞ്ഞൊരു മോഡലാണ്. 2017 BS6 മോഡൽ, ലേറ്റസ്റ്റ് വേർഷൻ വണ്ടിയാണ്. ആകെ ഈ മലബാർ ഭാഗത്തേക്ക് കോഴിക്കോട് നിന്ന് 3 ദിവസം കണ്ട് അവർ ഡെലിവറി കൊടുത്തില്ല, അത്രയ്ക്കും ലേറ്റസ്റ്റ് മോഡൽ വണ്ടി. ഇത് കണ്ടോ, ഇതിപ്പോൾ എൻ്റെ വണ്ടിയാണ്. എൻ്റെ വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത്, ഓൻ ഭയങ്കര റിച്ച് ആണല്ലോ, ഓൻ ഭയങ്കര കോടീശ്വരനാണോ, അങ്ങനെ വീട്ടിലൊരു ബെനലി 600 സൂപ്പർ ബൈക്ക് കിടക്കുന്നത്, അതുപോലെ ഈ ഒരു RR310 കിടക്കുന്നത്, 3,10,000 രൂപയുടെ മുതലായത് ഇത് കിടക്കുന്നു. പക്ഷെ ഞാൻ റിച്ച് എന്നല്ല കേട്ടോ, ഞാനിപ്പോഴും വളരെ പാവപ്പെട്ടവരാണ്. ചെറിയ വീടും ചെറിയ വീട്ടുകാരും റേഷൻ പീടിയിൽ നിന്ന് അരി വാങ്ങുന്ന ഉമ്മയും മത്തിക്കറിയും പിന്നെ ഒക്കെ ആയിട്ട് ജീവിച്ചത് സാധാരണ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ്. പക്ഷേങ്കിൽ ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ല, ഇതെനിക്ക് സമ്മാനമായിട്ട് തന്നതാണ് TVSൻ്റെ കമ്പനി. TVS പോലത്തെ ഒരു കമ്പനി നമുക്കൊരു വാഹനം, ഒരു 3 ലക്ഷം രൂപ വില വരുന്നൊരു വാഹനം സമ്മാനമായിട്ട് തരണമെന്നുണ്ടെങ്കിൽ അതിൽപ്പോഴും സന്തോഷം എന്താ ഉള്ളത് അല്ലേ? ഒരു മൊട്ട് സൂചി ഒരാൾ നമുക്ക് സ്പോൺസർ ചെയ്യണമെന്നുണ്ടെങ്കിലേ നമ്മളതിന് യോഗ്യനാണ് എന്നവർക്ക് അറിയണം അല്ലേ? അപ്പോൾ ഇത്രയും വിലയുള്ളൊരു വണ്ടി ആ കമ്പനി എനിക്ക് തരണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് യോഗ്യനാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ശരിക്കും നല്ല എക്സൈറ്റഡ് ആണ്. ഞാൻ എന്താ പറയുന്നത് എനിക്കറിയില്ല, ഒരുപാട് പൊട്ടത്തിലൊക്കെ ചിലപ്പോൾ ഞാൻ പറയുന്നുണ്ടാവും. കാരണം രാവിലെ നേരം വെളുത്തോടെ ഓടി വന്ന് വണ്ടി അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവച്ച് വീഡിയോ ചെയ്യുന്നത് തന്നെ നിങ്ങളിലേക്ക് ഇത് എത്തിക്കുക എന്ന ലക്ഷ്യത്തോട് മാത്രം കേട്ടോ. അപ്പം പിന്നെ തിരിച്ചു കൊടുക്കൊന്നും വേണ്ട, ഈ വണ്ടി ഇത് എനിക്ക് സ്വന്തമായിട്ട് കമ്പനി തന്നതാണ്, തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരതിന് പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ചാൽ അറിയാലോ, നമ്മുടെ വേൾഡ് റൈഡ് കഴിഞ്ഞിട്ട് പിന്നെ ആമിന അവിടെയുള്ള അസർബൈജാനാണ് ആമിനുള്ളത്. അത് ഇനിയിപ്പോൾ ഒരു 2 മാസത്തേക്ക് ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല. വേൾഡ് റൈഡ് നിർത്തിയിട്ടൊന്നുമില്ല, ബ്രേക്കിലുള്ളത്. കൊറോണയുടെ പ്രശ്നം എന്ന് സോൾവ് ആവുന്ന അന്ന് ഞാൻ പോയിട്ട് വണ്ടി എടുത്ത് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യും. ഒക്ടോബർ മാസം വരെ എനിക്ക് കാറിനിട്ടുണ്ട്. അതിനുള്ളിൽ എനിക്ക് എന്തായാലും യൂറോപ്പ് എത്താൻ പറ്റുന്ന ഒരു പ്രതീക്ഷ, കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതുവരെ എനിക്ക് വണ്ടിയില്ല. ബെൻലി ഉണ്ട്, പക്ഷേ TVSൻ്റെ ബ്രാൻഡ് എൻ്റെ അടുത്തില്ല. അങ്ങനെയാണ് അവർ എനിക്ക് ഇങ്ങനത്തെ ഒരു ഓഫർ തന്നത്, ഈ വണ്ടി എടുത്തു. അതും ബുക്ക് ചെയ്തിട്ട് സാധനം സ്റ്റോക്കില്ല എവിടെയും. ഈ കൊറോണയുടെ പ്രശ്നം കാരണം ഫാക്ടറി ഔട്ട്ലെറ്റിലൊക്കെ പണി നിർത്തിയിട്ടുള്ളത്, സാധനങ്ങൾ പാർട്സ് ഇല്ലാത്തതുകൊണ്ട്. എന്നിട്ട് കൂടെ അവരെനിക്കൊരു വണ്ടി ഒപ്പിച്ചു തന്നു. ഒരുപാട് നന്ദിയുണ്ട്. ഇത് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഒരുപാട് പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഞാൻ നോക്കുമ്പം ഞാൻ ഈ പ്രത്യേകത എന്ന് പറയുമ്പോൾ സ്ട്രെല്ലും നമ്മൾ അരുൺ സ്മോക്ക് പറയുന്ന പോലെ ടോർക്കും ഇതൊന്നും അറിയില്ല, നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാണ് പ്രത്യേകത. ആദ്യമായിട്ട് നോക്കുമ്പോൾ ഈ സാധനത്തിന് ഇവിടെ ആക്സിലേറ്റർ കേബിളില്ല. ആക്സിലേറ്റർ കേബിളിന് പകരം ഇവിടെ ഇലക്ട്രിക് വയറാണ്. അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത ഈ വണ്ടിക്ക്. പിന്നെ ഇതിൻ്റെ മീറ്റർ കൺസോള് മനസ്സിലാം, ഒരു ടാബില്ലേ, മൊബൈലിൻ്റെ ടാബ് പോലത്തെ ഒരു മീറ്റർ കൺസോൾ ഇത് കണ്ടോ. അതുപോലെ ഇതിൽ സാധാരണ ബൈക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് റൈഡിങ് മോഡ്സ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് ഇവിടെ ഈ സെറ്റ് ബട്ടൺ കണ്ടോ, ഈ സെറ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഒരുപാട് മെനു ഉണ്ട് നമുക്കിവിടെ.
ട്രിപ്പ് ഡീറ്റെയിൽസ്, മൈ വെഹിക്കിൾസ് എന്നൊക്കെ പോയി ഒരുപാടുണ്ട്. അപ്പോൾ റൈഡിംഗ് മോഡ് പോയി കഴിഞ്ഞാൽ ഇവിടെ 4 റൈഡുണ്ട്. അർബൻ മോഡുണ്ട്, അതുപോലെ റെയിൻ മോഡുണ്ട്, പിന്നെ സ്പോട്ട് മോഡ്, ട്രാക്ക് മോഡ്. ഇപ്പോൾ ഞാനുള്ളത് അർബൻ മോഡിലാണ്. കാരണം 1000 കിലോമീറ്റർ അർബനും റെയിൻ മോഡ് മാത്രമേ വർക്കാവും. സ്പോട്ട് മോഡ് എന്ന് പറയുമ്പോൾ 160 കിലോമീറ്ററിന് മേലെ വരെ സ്പീഡ് പായും. പിന്നെ ട്രാക്ക് മോഡ് എന്ന് പറഞ്ഞാൽ പക്ക സ്പീഡായിരിക്കും. അർബൻ മോഡ് എന്ന് വെച്ചാൽ സാധാരണ 120 കിലോമീറ്ററിൻ്റെ സ്പീഡ് പോകും കേട്ടോ. പിന്നെ ഇതിൽ പെട്രോൾ റേഞ്ചും അതുപോലെ കൂളൻ്റ് മാപ്പും RPM-ഉം പിന്നെ ഒരുപാട് സംഭവങ്ങൾ നമുക്കിതിൽ കാണാൻ പറ്റും. അതുപോലെ ഈ ഇതില്ല, ഇതിപ്പോൾ രാത്രി പകൽ ഈ വെളിച്ചവും രാത്രി വെളിച്ചവും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ABS ആണ്, അതുപോലെ എന്തൊക്കെയോ ഉണ്ട്. അതാണ് അതിൻ്റെ സത്യം. എന്തൊക്കെയോ ഉണ്ട്, പഠിച്ചു വരണം. ഞാനതിൽ പഠിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽസ് കാര്യം പറഞ്ഞു കേട്ടോ. നോക്കിക്കോ, നല്ല സ്റ്റൈലാണ് കേട്ടോ. എൻജിനൊക്കെ ഫുള്ള് മാറി. 310 cc ആണ്. സൂപ്പർ വണ്ടി, സൂപ്പർ അല്ലേ? പേരിടൽ കർമ്മമൊന്നും കഴിഞ്ഞിട്ടില്ല, കൊറോണയുടെ പ്രശ്നമൊക്കെ കഴിയട്ടെ. അപ്പം പിന്നെ ഇനിയിപ്പം എന്താ പറയുക, റൈഡിങ് വീഡിയോസ് വരും. ഇപ്പം അല്ല, നമ്മുടെ കൊറോണയുടെ പ്രശ്നമൊക്കെ തീർന്നിട്ട് നമ്മുടെ ഗവൺമെൻറ് പുറത്ത് പോകാനും അതുപോലെ യാത്രകൾ ചെയ്യാനൊക്കെ ഒരു പെർമിഷൻ തരട്ടെ. ആ സമയത്ത് നമുക്ക് സ്റ്റേറ്റൊക്കെ വിട്ട് പുറത്തു പോകാം, അല്ലെങ്കിൽ ജില്ല വിട്ട് പുറത്തു പോകാം. തൽക്കാലത്തേക്ക് നമുക്ക് ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റും മൈലേജ് ടെസ്റ്റൊക്കെ നമുക്ക് ഇരിട്ടി ഏരിയയിൽ, എൻ്റെ വീടിൻ്റെ ഏരിയയിൽ തന്നെ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം നമുക്കൊരു ആഘോഷിക്കേണ്ട സമയമല്ല, അറിയാം. നമുക്കിപ്പം ചെയ്യേണ്ടത് കൊറോണയാണ്. ഏറ്റവും വലിയ തലവേദന പിടിച്ചൊരു മുതലാണ്. അത് വരുത്തി വെക്കുന്നത് നമ്മൾ തന്നെ കേട്ടോ. കാരണം ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാരെ പുറത്ത് ഇറങ്ങരുത് എന്ന് പറയുമ്പോൾ ഇറങ്ങി നടക്കൽ തന്നെ. ഇന്നലെ എങ്ങാണ്ട് കാസർഗോഡ് നിന്നുണ്ട് ആരോ അങ്ങനെ വലിയ അഹങ്കാരം കാണിച്ചിട്ട് നമുക്ക് മൊത്തം പണി തന്നിട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ പേടിയല്ല വേണ്ടത്, നമുക്ക് കരുതലാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഹാപ്പി ആയിട്ടിരിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം എന്താ പറയുക, ഒരുപാട് സന്തോഷം. TVS ഒരുപാട് നന്ദി. പിന്നെ അപ്പം ആമിനാൻ്റെ കാര്യത്തിൽ ബേജാറ് വേണ്ട, വണ്ടി അവിടെ ഉണ്ട്. എന്തായാലും ഞാൻ കൊറോണയുടെ പ്രശ്നം കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് യാത്ര കണ്ടിന്യൂ ചെയ്യും. തൽക്കാലത്തേക്ക് നാട്ടിലുണ്ടാവും, വീട്ടിലുണ്ടാവും. ദിവസേന ഇടാൻ പ്രത്യേകിച്ച് കണ്ടൻസ് ഒന്നും ഇല്ല. കാരണം ട്രാവൽ വീഡിയോസും ഇടാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല ഇപ്പോൾ നമുക്ക്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ വണ്ടിയുടെ കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇടാം. വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവും. സ്ട്രെല്ല് ഒക്കെ വരുന്നുണ്ട് വീട്ടിലേക്ക്, മൂപ്പര് വരുന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ആരും അത് കേട്ട് എൻ്റെ വീട്ടിലേക്ക് വരണ്ട. എൻ്റെ വീട്ടിൽ മലപ്പുറത്തൊക്കെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. എല്ലാവരോടും ഒരു അപേക്ഷയുണ്ട്, ആരും ഇപ്പോൾ തൽക്കാലത്തേക്ക് വീട്ടിലേക്ക് വരരുത്, ഒരു കാരണവശാലും വരരുത്. അത് എൻ്റെ കുടുംബത്തിൻ്റെ സേഫ്റ്റിയും അതുപോലെ നിങ്ങളുടെ സേഫ്റ്റിയും രണ്ടും കൂടി നോക്കിയിട്ടാണ്. കാരണം അറിയാം, എൻ്റെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം ഒരു പക്ഷേ നിങ്ങൾ ട്രെയിനും ബസ്സും ഒക്കെ യാത്ര ചെയ്ത് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ വന്ന് നമ്മൾ ഇരുത്തും, സ്വീകരിക്കും, നമ്മുടെ ചായയും കാര്യങ്ങളൊക്കെ തരും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അതിലൂടെ ഒരു പക്ഷേ നിങ്ങൾ വരുന്നവയ്ക്ക് വൈറസ് ബാധ ഏറ്റാൽ അത് എൻ്റെ കുടുംബത്തിലേക്ക് പകരും. ഇനി അതല്ല, എനിക്ക് എവിടെ നിന്ന് വൈറസ് ബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പകരും. മാക്സിമം ഈ സൽക്കാരങ്ങൾ, വിരുന്നുകൾ, പോക്ക് വരത്തൊക്കെ ഒഴിവാക്കട്ടെ. ഈ ഒരു കാലഘട്ടത്തിൽ ആർക്കും എന്നോട് ദേഷ്യം തോന്നരുത്. നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയുണ്ട്, അതുകൊണ്ടാണ് ഓപ്പണായിട്ട് പറയുന്നത്. പിന്നെ അപ്പം സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വഴിയേ, ഞാനിപ്പം മൊത്തം തിന്ന് തീർക്കും. പണ്ട് ജാമിൻ്റെ വർഷത്തിൽ ആരോ പറഞ്ഞ പോലെ എൻ്റെ അവസ്ഥ. മൊത്തം പേരിടൽ കർമ്മം കഴിഞ്ഞാൽ ഞാൻ അറിയിക്കാം കേട്ടോ, ഇൻസ്റ്റാഗ്രാമിൽ. ഓക്കെ ഗൈസ്, എല്ലാവരോടും ഒരുപാട് നന്ദി. സപ്പോർട്ട് ചെയ്യാൻ കാണും നിങ്ങൾ, കാരണം എനിക്ക് ഈ വണ്ടി ഇട്ടത്. മല്ലു ട്രാവലർ ആക്കിയത് നിങ്ങളാണ്. നാളെ മുതൽ നമ്മൾ കാണാൻ പോകുന്നത് കൊറോണയുമായി ബന്ധപ്പെട്ട വീഡിയോസാണ്, സീരിയസ് വീഡിയോസാണ്. നമ്മുടെ നാട്ടിൽ കൊറോണയെ എങ്ങനെയാണ് ആൾക്കാർ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് അതിനെതിരെ പ്രതികരിക്കുന്നത്, അല്ല കൊറോണയെ പ്രതികരിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്റിനോ മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും വീഴ്ചയുണ്ടോ? കാരണം ബോർഡറിൽ അവിടെ പോയി ഇവിടെ ഇപ്പോൾ എല്ലായിടത്തും പോയി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്, അല്ലേ? കേരള കർണാടക ബോർഡറിലൊക്കെ പോയി നോക്കാം, അവിടെ ചെക്കിംഗ് ഉണ്ടോ, മാസ്ക് ഉണ്ടോ, അല്ലെങ്കിൽ സ്പ്രേ ഉണ്ടോ. അതേ നിങ്ങളുടെ കാര്യം പറഞ്ഞുതരാം. ഇതൊരു സർജിക്കൽ സ്പിരിറ്റാണ്, 40 രൂപ വിലയുള്ളൂ, ക്ലിനിക്കൽ സ്പിരിറ്റ് കേട്ടോ. അപ്പം സാനിറ്റൈസേഷൻ ആരും കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സ്പിരിറ്റ് നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടും. അതും ഇതും ഒരേ ഗുണമാണ്. ഇതിന് സ്പ്രേ ഇല്ലാന്നല്ലോ, മൂടി തുറന്ന് അടിച്ചാൽ മതി. 40 രൂപ കിട്ടുമ്പോൾ പിന്നെ മൂടി തുറക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, അല്ലേ? ഞാനിതാണ് ഓൾവേസ് ഉപയോഗിക്കുന്നത് കേട്ടോ. എപ്പോഴും 5 മിനിറ്റ് കൂടുന്നത് എൻ്റെ കൈ ഞാനിത് കഴുകും. എൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ ഞാൻ ഡെറ്റോൾ സോപ്പ് ഇട്ടിട്ട് കുളിക്കും. പിന്നെ റൈഡിങ് കേസ്, ലോങ്ങൊക്കെ പോകുകയാണെങ്കിൽ റൈഡിങ് കേസ് വാഷ് ചെയ്യാതെ ഉപയോഗിക്കില്ല. ഓക്കെ, എല്ലാവരും അതുപോലെ ചെയ്യുക. TVSൻ്റെ വണ്ടി കിട്ടിയ സന്തോഷത്തിലും കൊറോണയുടെ സങ്കടത്തിലും രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പം സന്തോഷത്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. ഐ ആം സോ ഹാപ്പി. നിങ്ങൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.